സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരസ്യങ്ങളിൽ കേരളത്തെക്കുറിച്ച് ബിജെപി തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിലെന്നാണ്. അദ്ദേഹം ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ആലത്തൂരിൽ 5000 ഇരട്ട വോട്ടെന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ക്രമക്കേടിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും രമ്യ ഹരിദാസ് 24നോട് പറഞ്ഞു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് CPM അല്ലെങ്കിൽ LDF അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടും ആ ഇരട്ട വോട്ട് തള്ളിക്കാതെ, കാരണം ഒത്തിരി ആളുകൾ അവിടെ നേരത്തെ പരാതി കൊടുത്തതാണ്. അപ്പോഴൊന്നും ആ വോട്ട് തള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ പ്രദേശം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ പ്രവർത്തകർ, മുന്നണിയിലെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അതേപോലെ പാലക്കാട് DCCയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗുകൾ ചർച്ച നടത്തി അതിന്റെ ഒരു തീരുമാനം എടുത്തിട്ട് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ലാപ്പിൽ എന്തൊക്കെ പ്രചാരണ വിഷയങ്ങളാകുന്നുവെന്ന് പരിശോധിക്കാം. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നും, S ശ്യാംകുമാർ ആലത്തൂരിൽ നിന്നും, MG പ്രതീഷ് ആറ്റിങ്ങിൽ നിന്നും, വടകരയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും, പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷും ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി നമ്മൾ ആദ്യം പോകുന്നത് VA ഗിരീഷിലേക്കാണ്. ഗിരീഷ്, പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും രണ്ടുപേരുടെയും ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. പ്രധാനമന്ത്രി ആസൂത്രിതമായി തന്നെ കേരളത്തിനെതിരെ പ്രചാരണം നടത്തുന്നു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്കൊക്കെ എണ്ണി ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുകയാണല്ലോ ഗിരീഷ്. ഉന്മേഷ, തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികളും പാർട്ടികളും ദേശീയ നേതാക്കളും എല്ലാം തന്നെ. ഓരോ മുന്നണികളുടെയും ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ വിവിധ പ്രചരണ യോഗങ്ങളിലൊക്കെ ഇവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട്, അതിനുള്ള മറുപടികളുണ്ട്. ഇതെല്ലാം തന്നെ ഓരോ ദിവസത്തെയും പ്രചരണത്തെ കൂടുതൽ കൊഴുപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രചരണം കൂടുതൽ ശക്തമാകുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ദേശീയ നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തി വളരെ രൂക്ഷമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുകൂടി ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് 2 പേരിലേക്കാണ്. ഒന്ന്, പ്രധാനമന്ത്രിയിലേക്ക്. പ്രധാനമന്ത്രി കേരളത്തിന് അർഹമായ നികുതി വിഹിതം തരാതെ അത് വെട്ടിക്കുറയ്ക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് ഇപ്പോൾ കേരളത്തെ അപമാനിക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒരു തന്ത്രം രാഹുൽ ഗാന്ധിയെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയിലടക്കം രാഹുൽ ഗാന്ധി എടുക്കുന്ന മൗനമാണ്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് BJPയെയും അതോടൊപ്പം മോദി സർക്കാരിനെയും എതിർക്കാൻ ഭയപ്പെടുന്നു എന്ന ആരോപണം ഇന്നും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി വയനാട്ടിലെത്തിയത് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. ഇതേ വിഷയം തന്നെയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത്. രാഹുൽ ഗാന്ധിയെ മാത്രം മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, അതോടൊപ്പം നരേന്ദ്രമോദിക്കെതിരെ മൃദു സമീപനമെടുക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. അതോടൊപ്പം ഇന്നലെ സംസ്ഥാനത്തെത്തിയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇത് ആവർത്തിക്കുകയും ചെയ്തു. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയും ചെയ്യും. ഏതായാലും പ്രചരണം ശക്തമാക്കാനുള്ള, അല്ലെങ്കിൽ പ്രചരണം ഈ 3 ദിവസം ഓരോ
വോട്ടും ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി പരമാവധി പ്രചരണത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെയും പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും എല്ലാം ഒരു രീതി. അതിലെ ആരോപണങ്ങൾ, അതിനുള്ള മറുപടികൾ എല്ലാം തന്നെ ഈ അടുത്ത 2 ദിവസങ്ങൾ കൂടി സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, ഓരോ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ മണ്ഡലങ്ങളിൽ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച സമയത്ത് നമുക്കറിയാം പ്രചാരണ വിഷയങ്ങളായി എന്തൊക്കെ മാറിയെന്ന്. പ്രത്യേകിച്ച് CAA ഒക്കെ മുൻനിർത്തി ഇടതുപക്ഷം അഴിച്ചുവിട്ട പ്രചാരണമുണ്ട്. പക്ഷെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് നേർക്കുനേർ പോരായി മാറുന്നു. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും നാളെ വരാനിരിക്കുന്നു. അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു രീതിയിലേക്ക് മാറുകയാണല്ലോ ഗിരീഷ്. ഉന്മേഷ്, അതുതന്നെയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. നേരത്തെ മുന്നണികൾ എടുക്കുന്ന നയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിമർശനങ്ങളെങ്കിൽ അത് പൗരത്വ നിയമ ഭേദഗതിയിലടക്കം അതോടൊപ്പം കേന്ദ്ര സർക്കാർ എടുക്കുന്ന ചില നിലപാടുകളെയും നയങ്ങളെയും ഒക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് എങ്കിൽ ഇപ്പോഴത് മാറുന്നു. അത് വ്യക്തി കേന്ദ്രീകൃതമായ ആരോപണങ്ങളായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിന് ചില കാരണങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കേരളത്തിലുണ്ടായ രാഹുൽ ഇഫക്റ്റ് അത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു തന്ത്രമാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്ത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ എങ്ങനെയും അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മത്സരിക്കുന്നു. ചില മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണം തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. ഇവിടെയൊക്കെ വിജയിക്കുക എന്നുള്ളത് BJPയുടെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരോപണങ്ങൾ വ്യക്തികേന്ദ്രീകൃതമാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം കോൺഗ്രസും ഇതേ രീതിയിൽ തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോഴും ഈ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ നേരത്തെ ദേശീയ പൗരത്വ നിയമ ഭേദഗതിയും അതുപോലത്തുള്ള വിഷയങ്ങളുമായിരുന്നെങ്കിൽ ഇപ്പോൾ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും ഇല്ലെങ്കിൽ വോട്ടിന് പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ ഈ ആരോപണങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഉന്മേഷ്. VA ഗിരീഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എണ്ണി അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നു. ആസൂത്രിത നുണപ്രചാരണം എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിമർശനം ഉയർത്തുന്നത്. പ്രധാനമന്ത്രി കേരളത്തിലെത്തി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം അതേ നാണയത്തിൽ മറുപടി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ആലത്തൂരിൽ നിന്ന്. ശ്യാംകുമാർ, ഈ ഇരട്ട വോട്ട് ആരോപണം രമ്യ ഹരിദാസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഉന്മേഷ്, നിലവിൽ UDF നേതൃത്വം കണ്ടെത്തിയ 5000 വോട്ടുകളെന്ന് അവർ അവകാശപ്പെടുന്ന ആ വോട്ടുകളുടെ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അത് ചിറ്റൂർ മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പൊള്ളാച്ചി ലോക്സഭാ മണ്ഡലവുമായി അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് അവർ ആ പരാതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവിടെ വോട്ട് ചെയ്തവർ തിരിച്ചിവിടെ എത്തി വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് CPIMന്റെയും LDFന്റെയും മറുപടിയാണ് എന്നുള്ളൊരു ആരോപണമാണ് UDF സ്ഥാനാർത്ഥി ഉയർത്തുന്നത്. ഈ വോട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധന സമയത്ത് നടപടികൾ ഉണ്ടായില്ല എന്നുള്ളൊരു ആരോപണം കൂടി UDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ അത് ചിറ്റൂർ മണ്ഡലത്തിലാണ് ആരോപണമെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലും ഇതേ സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും UDF പറഞ്ഞിട്ടും ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത് ഒഴിവാക്കിയിട്ടില്ല എന്നൊരു ആരോപണമാണ് ഈ നേതൃത്വം സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അട്ടിമറി വരെ ഇടയാക്കും എന്നുള്ളൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായിട്ടാണ് കരുതുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കാനും നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ UDF സ്ഥാനാർത്ഥിയുടെയും UDF നേതൃത്വത്തിന്റെയും പരാതി. ഉന്മേഷ്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെയും ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ എന്തു പറഞ്ഞു നോക്കാം. സതീശൻ്റെ നിലക്കെന്തോ പറ്റിയിരിക്കുകയാണ്. അത് ഞാനെന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വ നിയമ ഭേദഗതിയെ പറ്റിയുള്ള ഭാഗമില്ല എന്നത് ഞങ്ങൾ ഉയർത്തിയ ഗൗരവമായൊരു വിമർശനമാണ്.
ആ വിമർശനം സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിമർശനമാണ്. പക്ഷേ സതീശൻ പറഞ്ഞ എന്താ? സതീശൻ ഈ പ്രസ്താവന നടത്തിയയാളെ കുറ്റപ്പെടുത്തി ഈ പ്രകടന പത്രിക വായിച്ചില്ല, അതിൻ്റെ പേജ് വായിച്ചില്ല, അതിൻ്റെ പേര വായിച്ചില്ല, ഈ നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് വായിക്കാതെയാണ് അഭിപ്രായം പറഞ്ഞതെന്ന്. അങ്ങനെ നേർക്കുനേർ വിമർശനം തുടരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനം ആവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മൾ ഇനി ആറ്റിങ്ങലിലേക്ക് പോകുന്നു. എം ജി പ്രതീഷ് ചെയ്യുന്നുണ്ട്. എം ജി പ്രതീഷ്, ഒടുവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ചർച്ചകൾ എന്തൊക്കെ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ്? ഈ വോട്ടിന് പണമാണോ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച? പ്രതീഷ്. ഉന്മേഷ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നുവെന്ന് പറയേണ്ടി വരും. പക്ഷേ വലിയ തരത്തിലുള്ള വിവാദങ്ങളടക്കം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് ഇരട്ട വോട്ട് ആരോപണവുമായി രംഗത്ത് വരികയും തിരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. 1.25 ലക്ഷത്തോളം ഇരട്ട വോട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടെന്നായിരുന്നു അന്ന് അടൂർ പ്രകാശിന്റെ ആരോപണം. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഈ ആരോപണം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിപ്പോൾ തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിലേക്ക് എത്താനിരിക്കെ വീണ്ടും പുതിയ ആരോപണങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് UDF സ്ഥാനാർത്ഥിക്കെതിരെ LDF ആണ് പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നത്. അത് പണം നൽകി വോട്ടിന് ശ്രമിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അടൂർ പ്രകാശിന്റെ ബന്ധുവായ ബിജു രമേശ് തിരുവനന്തപുരത്തെ ചില ഇടങ്ങളിൽ ആളുകൾക്ക് പണം വാഗ്ദാനം ചെയ്തു, പണം നൽകി എന്നുള്ളൊരു ആരോപണം LDF സ്ഥാനാർത്ഥി ഉന്നയിച്ചു. ഒപ്പം ഇവരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം. അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ഒരു പോരാട്ടമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്നത്. സർവേകളിലടക്കം LDFും UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആറ്റിങ്ങൽ നടത്തുമെന്നതാണ് സർവേ അടക്കം പറയുന്നത്. പക്ഷേ BJP അടക്കം ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സഹമന്ത്രി അടക്കം മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വലിയ വൻകിട വികസന പദ്ധതികളൊന്നും തന്നെ മൂന്ന് മുന്നണികൾക്കും അവകാശപ്പെടാൻ ആറ്റിങ്ങലിൽ ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളാണ് മറ്റ് ചർച്ചാ വിഷയങ്ങൾ. ഈ ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങുന്ന കാര്യങ്ങൾ, ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ടൂറിസം മേഖല, പരമ്പരാഗത വ്യവസായങ്ങൾ, ഇതടക്കം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. ഒപ്പം LDF സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ LDFിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ മേൽക്കൈയാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേൽക്കൈ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എന്നതാണ് വി ജോയി അടക്കം പങ്കുവയ്ക്കുന്ന ഒരു ആത്മവിശ്വാസം. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേതിന് സമാനമായ ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ ഒരു തുടർ വിജയം ആറ്റിങ്ങൽ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം അടൂർ പ്രകാശും പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം ഈ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അടക്കം ഉയർത്തിക്കാട്ടിയുള്ളൊരു പ്രചരണമാണ് BJP സ്ഥാനാർത്ഥി V മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തുന്നത്. മോദിയുടെ സന്ദർശനമടക്കം അത് തങ്ങളുടെ പ്രചരണത്തിൽ നേട്ടമായി എന്ന് BJPയും കണക്കാക്കുന്നുണ്ട്. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു പ്രവചനാതീതമായ ഒരു മത്സരം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഉന്മേഷ്. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ വടകരയിൽ നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, വടകരയിൽ നമ്മൾ കണ്ടതാണ് സൈബർ പോര്, പരാതികൾ, അതിൽ നടപടികൾ വരുന്നു. അങ്ങനെ ആകെക്കൂടി അവസാന ലാപ്പിലും സജീവമാണ് വടകരയിലെ പ്രചാരണം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആവേശത്തോടെ പ്രചാരണങ്ങൾ നടക്കുന്ന നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രചാരണ വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു മുന്നണികളുടെ പോരാട്ടം, മുന്നണികളുടെ പ്രചാരണ റാലികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചാരണം കൂടിയായിരുന്നു വടകരയിൽ നാം കണ്ടത്. TP ചന്ദ്രശേഖരൻ വധം തൊട്ട് പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തുടങ്ങി നിലവിൽ
നിലവിൽ വ്യക്തിഹത്യ, സൈബർ ഇടത്തിലെ വ്യക്തിഹത്യയിൽ എത്തി നിൽക്കുന്നതാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ ശൈലജ വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ പത്രസമ്മേളനത്തിൽ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റി UDF ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തനിക്കെതിരെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ചു പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ താൻ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്നും തനിക്കെതിരെ ചില ചിത്രങ്ങൾ മോർഫ് ചെയ്താണ് പ്രചരിപ്പിച്ചത് എന്നും കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ KK ശൈലജ പറഞ്ഞിരുന്നു. ഇതാണ് നിലവിൽ UDF ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. തനിക്കെതിരെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ LDF ക്യാമ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുറ്റ്യാടിയിലടക്കം നടന്ന പ്രചാരണ പരിപാടികളിൽ ഷാഫി പറമ്പിൽ MLA ആരോപണമായി ഉന്നയിച്ചത്. ഏതായാലും ഈ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളിലാണ് നിലവിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസെടുക്കൽ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് തലശ്ശേരി മണ്ഡലത്തിലാണ് അതായത് വടകരയിലെ LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണം നടക്കുന്നത്. ഉന്മേഷ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സജോ, ഈ കണ്ണൂരും ഒപ്പം കോഴിക്കോടുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ വീട്ടിലെ വോട്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേട് പരാതികളൊക്കെ ഉയർന്നു. LDFും UDFും പരാതി നൽകുന്നു, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വരുന്നു. അങ്ങനെ ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവമായി തന്നെ ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ സജോ? ഉന്മേഷ, തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ എന്നതുപോലെ തന്നെ പ്രചാരണ രംഗത്ത് പരമാവധി മുന്നിലെത്താനുള്ള സജീവ ശ്രമം മുന്നണികളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ മുന്നണികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് LDF പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്കൊക്കെ മൗനമാണ് എന്ന നിലപാട് ആവർത്തിക്കുന്നത് പ്രധാനപ്പെട്ട അവരുടെ പ്രചാരണത്തിൻ്റെ ഒരു കുന്തമുന തന്നെ അതാവുന്നു. പ്രകടന പത്രികയിലില്ല. രാഹുൽ ഗാന്ധി പലതവണ വയനാട്ടിലടക്കം വന്നപ്പോഴും ആ കാര്യം പരാമർശിക്കാതെ പോകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പ്രചരണായുധമാക്കുന്നു. മുഖ്യമന്ത്രി പ്രചാരണത്തിന് മലബാറിലെയും വിവിധ ജില്ലകളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ്. നാളെ അദ്ദേഹം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ, പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി അടക്കം വയനാട്ടിലേക്ക് വീണ്ടും എത്തുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. ഇതിനിടെയാണ് മുന്നണികൾ പരസ്പരം ആയുധമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്നത് വീട്ടിലെത്തി വോട്ടിൽ വ്യാപകമായി കള്ളത്തരവും അട്ടിമറിയും ക്രമക്കേടും നടക്കുന്നുവെന്ന പരാതി. വിവിധങ്ങളായ പരാതികൾ ഉയർന്നു വന്നു. അതിൽ തന്നെ ഇതിനകം എടുത്ത കേസുകൾ മാത്രം പരിശോധിച്ചാൽ 4ഓളം കേസുകൾ ഇതിനകം തന്നെ പോലീസ് എടുത്തു. ഉദ്യോഗസ്ഥർക്ക് വിവിധ സ്ഥലങ്ങളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വന്നു. അതിൽ പ്രധാനമായും വോട്ട് ചെയ്യേണ്ട ആളുടെ വോട്ട് ആൾ മാറാട്ടം നടത്തി മറ്റാളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതാണ് പരാതി. അത് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഉയർന്നു വന്നത് കല്യാശ്ശേരിയിലാണ്. അവിടെയും CPIM ഉം LDF ഒക്കെയാണ് ആരോപണ വിധേയരോ പ്രതിസ്ഥാനത്തുമായി നിന്നതെങ്കിൽ മറ്റിടങ്ങളിൽ LDF തന്നെ പരാതിക്കാരായി രംഗത്ത് വന്നു. UDF അനുകൂല BLOമാരും പോളിംഗ് ഓഫീസർമാരും അട്ടിമറി നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഏതായാലും പ്രചാരണ രംഗത്ത് സജീവമായി മുന്നണികൾ അവസാന ലാപ്പിൽ പരമാവധി വോട്ടർമാരിലേക്ക് എത്തി മേൽക്കൈ നേടാനുള്ള സജീവ ശ്രമത്തിലാണ്. ശരി സജോ. സൂരജ് സജിയുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പൂരവുമായി ബന്ധപ്പെട്ട്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെടലിൽ ഒക്കെ വലിയ വിമർശനം ഉയരുന്നൊരു സമയം കൂടിയാണല്ലോ ഇത്. അത് ഏതെങ്കിലും നിലയ്ക്ക് വോട്ടെടുപ്പിനെ ബാധിക്കും എന്നുള്ള ആശങ്കയുണ്ടോ മുന്നണികൾക്ക് സജോ? സൂരജ്. ഉന്മേഷ്, ഈ പരസ്യപ്രചാരണത്തിന് അവസാനം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തൃശ്ശൂരിലും പോരാട്ടം കനക്കുകയാണ്. പ്രധാനമായും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പോലീസ് ഇടപെടൽ അടക്കം വലിയ ചർച്ചയാക്കി മാറ്റി വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് UDFും അതുപോലെ തന്നെ BJPയും എല്ലാം നടത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ LDFും ശ്രമം തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നാളെ രാഹുൽ ഗാന്ധിയുടെ വരവാണ്. ചാവക്കാട് 1 മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തും. K മുരളീധരന് വോട്ട് തേടിയായിരിക്കും രാഹുൽ എത്തുക. അതേസമയം തന്നെ ഈ തീരദേശ മേഖലയിലെ വോട്ട് ഉറപ്പിക്കാൻ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആകട്ടെ പ്രത്യേക തീരദേശ ജാഥ തന്നെ നാളെ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF സ്ഥാനാർത്ഥിക്ക് ഏറെ ഗുണകരമായത് ചാവക്കാട് മുതൽ ഏങ്ങണ്ടിയൂർ വരെ നീളുന്ന തീരദേശ മേഖലയുടെ മനസ്സായിരുന്നു, അവരുടെ വോട്ടായിരുന്നു. ഇക്കുറി ആ തീരദേശ മേഖലയിലെ വോട്ട് ഉറപ്പിക്കാൻ അവസാന വട്ടം ഇടത് വലത് മുന്നണികൾ ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തീരദേശ ജാഥ. മറുവശത്ത് രാഹുൽ ഗാന്ധിയെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോകുന്നു. BJP ആകട്ടെ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടേതായ തനത് വോട്ടുകൾ ഉറപ്പിക്കാനാണ് അവസാന ലാപ്പിൽ ശ്രമം നടത്തുന്നത്. ഇന്ന് ഗുരുവായൂർ മണ്ഡലത്തോടെല്ലാം ചേർന്ന് കിടക്കുന്ന പാവർട്ടി മേഖലയിലാണ് BJP സ്ഥാനാർത്ഥി ഉള്ളത്. വരും ദിവസങ്ങളിലും തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം BJP ശക്തമാക്കും. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേഷ് കൂടിയുണ്ട് പാലക്കാട്. നിഖിൽ, അവസാന ലാപ്പിൽ പാലക്കാട് എങ്ങനെയാണ് പ്രചാരണം?
ഉന്മേഷ്, വളരെ ശക്തമായിട്ടുള്ള പ്രചാരണം തന്നെ പുരോഗമിക്കുകയാണ് ഈ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ. നമുക്കറിയാം CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത്തവണ മത്സരിക്കുന്നതിലെ ഏറ്റവും മുതിർന്ന ഒരു അംഗം എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ്. PB അംഗം തന്നെയായിട്ടുള്ള വിജയരാഘവനാണ് മത്സരിക്കുന്നത്. CPM-ന്റെ അവരുടെ കയ്യിലുള്ള ഒരു കുത്തക മണ്ഡലമായിരുന്നു പാലക്കാടെങ്കിൽ കഴിഞ്ഞ തവണ അവർക്ക് അടിപതറുന്ന സാഹചര്യമുണ്ടായി. VK ശ്രീകണ്ഠൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചത് വലിയ തിരിച്ചടിയാണ് ഈ പാർട്ടിക്ക് സമ്മാനിച്ചത്. MP രാജേഷിനെയാണ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുതിർന്ന നേതാവിനെ തന്നെ ഇത്തവണ രംഗത്തിറക്കി സീറ്റ് പിടിക്കുക എന്നുള്ള തരത്തിൽ അവരുടെ പോരാട്ടം നടക്കുന്നത്. പാർട്ടിക്ക് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഉണ്ടായ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ പട്ടാമ്പി, മണ്ണാർക്കാടുമൊക്കെയാണ്. അവിടങ്ങളിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രചരണങ്ങൾ നടത്തുന്നു, കൂടുതൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ തരത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ LDF ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ തനിക്ക് ഈ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ വികസന പദ്ധതികളോട്, പ്രധാനമായും റെയിൽവേ പിറ്റ് ലൈൻ പോലെയുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് VK ശ്രീകണ്ഠൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റി അവരുടെ കയ്യിലാണ് എന്നത് മാത്രമല്ല, വിവിധ മണ്ഡലങ്ങളിൽ അവർക്കുള്ള സ്വാധീനം, പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിലടക്കം അവർക്കുള്ള സ്വാധീനം, മലമ്പുഴയിലടക്കമുള്ള സ്വാധീനം, ഇതെല്ലാം പ്രയോജനപ്പെടുത്തി നാട്ടുകാരനായ ഒരുപാടധികം നാൾ പാലക്കാട് തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള C കൃഷ്ണകുമാറെ രംഗത്തിറക്കുന്നതിലൂടെ വലിയ പ്രതീക്ഷ അവരും വെച്ചു പുലർത്തുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി തന്നെ NDAക്ക് വേണ്ടി ഇവിടെ എത്തി വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്തെ ടോപ്പ് 5 മണ്ഡലങ്ങളിൽ എടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ട് മുന്നണികൾ പ്രചരണങ്ങൾ ശക്തമാക്കുകയാണ് ഓരോ നാളുകളും. മുതിർന്ന നേതാക്കളടക്കം തുടർച്ചയായി ജില്ലയിലെത്തി പ്രചരണം നയിക്കുന്ന സാഹചര്യമാണുള്ളത്. LDF-ന് വേണ്ടിയാണെങ്കിൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ NDAക്ക് വേണ്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ ജില്ലയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി VK ശ്രീകണ്ഠന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യം. ഏതായാലും അങ്ങനെ അവസാന ലാപ്പിൽ സജീവമായി തന്നെ തുടരുന്നു പാലക്കാട്ടെയും പ്രചാരണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. പ്രിയങ്ക ഗാന്ധിക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ഏറ്റവും വലിയ തമാശയാണ് പ്രിയങ്കയുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം. അവരുടെ ഭർത്താവ് ആരാണ്, DLF ആരാണ് എന്നിങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ മറുപടി ആ നിലയ്ക്ക് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്.